ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയാണ് അല്ലെ. അപ്പം പുതുവത്സരമാണ്. എല്ലാ ആളുകൾക്കും ചിങ്ങം ഒന്നിന്റെ ആ നൈർമല്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതിയ വർഷം ഞാൻ എല്ലാ ആളുകൾക്കും ആശംസിക്കുകയാണ്. അതിസന്തോഷത്തിന്റെ ഒരു വർഷമാകട്ടെ, ആഹ്ലാദത്തിന്റെ വർഷമാകട്ടെ, ആരോഗ്യത്തിന്റെ വർഷമാകട്ടെ, ഒത്തുചേരലിന്റെ വർഷമാകട്ടെ, സ്നേഹത്തിന്റെ വർഷമാകട്ടെ. എല്ലാവരും ചേർന്നുള്ള സാഹോദര്യവും സ്നേഹവും സന്തോഷവും ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ഒരു ഗംഭീരമായിട്ടൊരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരെ നമ്മൾ കാണാത്ത ഒരു ആനന്ദത്തിന്റെ ഒരു വർഷമായി മാറട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഹാവ് ഹിയർ. ഇന്നലെ നമ്മള് ചിങ്ങം ഒന്നിന്റെ ആശംസ പറഞ്ഞപ്പോ ആരും ഒരു റിപ്ലൈ ഇല്ലാതെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. റിയാക്ഷൻ വരട്ടെ അല്ലെ. റിയാക്ഷൻ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ടും തമ്പൊക്കെ ആയിട്ട് ഇടാം. നമ്മൾ എന്തായാലും ഇന്ററാക്റ്റീവ് ആണ്. സൂമിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ പ്രത്യേകിച്ച് ഒരു അധ്യാപകനായതുകൊണ്ട് എനിക്ക് ഇന്ററാക്റ്റീവ് സെഷനാണ് ഏറ്റവും താല്പര്യം. പക്ഷെ സൂം അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങളാവുന്നതുകൊണ്ടാണ് ഒരു നിയന്ത്രണം വെച്ചത്. അപ്പൊ സൂമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സൂമിന്റെ പ്രത്യേകത പറഞ്ഞാല് സൂമിന് എന്താ പറയാ, അറ്റൻഷനെ കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. കാരണം കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിൽ പല കലാപരിപാടികളും നടക്കുന്നുണ്ട്. കുട്ടികൾ ഓടുന്നുണ്ട്, വീട്ടിലെ പണികൾ നടക്കുന്നുണ്ട്, അപ്പുറത്തെ ടി വി വെച്ചിട്ടുണ്ടാവും, ഇപ്പുറത്തെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇതിന്റെ ഇടയിൽ കോൺസെൻട്രേഷൻ ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കും. അറ്റൻഷൻ മാത്രമല്ല. അപ്പൊ അറ്റൻഷൻ മാക്സിമം ഉപയോഗിക്കാൻ ഇതുപോലത്തെ ഇമോജീസും ഇംപ്രഷൻസും മെസ്സേജസും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആകട്ടെ. അപ്പം പുതിയ വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുന്നത്, ഇന്ന് വരെ നിങ്ങൾ ആഹ്ലാദം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 മടങ്ങ് ആഹ്ലാദമുള്ള ഒരു വർഷമായിരിക്കും. ഒരു തർക്കവുമില്ല. നമുക്ക് ഒരുമിച്ച് ഇത് എല്ലാ സന്തോഷവും പങ്കിടാം, ആവേശവും പങ്കിടാം. ഓക്കെ. സോ ഇന്നലെ നമ്മള് പറഞ്ഞത് ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഫുഡ് സപ്ലിമെന്റ്സ് ആണ്, മെഡിസിൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിസിൻ എന്ന് പറയുന്ന ടെർമിനോളജി നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പിന്നെ ഇത് ഫുഡ് സപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഭയവും കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ സാഹചര്യങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനൊരു ഡയറക്ഷൻ എടുക്കുന്നത്. വ്യത്യസ്തമായ ആരോഗ്യ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തീവ്രമായ അസുഖത്തിന് അടിമപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ വർഷങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നത്തിന്റെയൊക്കെ ഭാഗമായുള്ള ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ കൺസൾട്ടേഷൻ എന്ത് കഴിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയവും കൂടാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും FDA, ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തതാണ്. അത് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാം പ്ലാന്റ് ബേസ്ഡ് ആണ്. പിന്നെ ഇവിടെ ആകെ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ വ്യത്യസ്തമായ ആരോഗ്യ സാഹചര്യം ഉള്ളവര് മാത്രമാണ് ഒരു ഒരു കൺസൾട്ടേഷൻ വേണ്ടി വരുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ജനറലി ഉപയോഗിക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാല് മറ്റു മരുന്നുകൾ, ഒരു ചോദ്യം ഇതിനകത്തുണ്ടാവും. നമ്മൾ എപ്പോഴും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏത് മരുന്ന്, അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, യുനാനി ആയിക്കോട്ടെ, ഏത് മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാം. അത് നിർത്തിയിട്ട് ഇത് ഉപയോഗിക്കണം എന്നില്ല. ഇതിന് പ്രത്യേകിച്ചൊരു പഥ്യമില്ല. പഥ്യം എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, ആയുർവേദത്തിൽ കാപ്പി കുടിക്കരുത്, ചായ കുടിക്കരുത്, അല്ലെങ്കിൽ ഹോമിയോ ആണെങ്കിൽ കാപ്പി കുടിക്കരുത്, ചായ കുടിക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പഥ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏത് മെഡിസിനോട് കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ റിസൾട്ടിലേക്ക് അത് എത്തുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനത്തെ നമ്മുടെ കൺസപ്ഷൻ നമ്മൾ ഒഴിവാക്കുക എന്നതും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ സംസാരിച്ചത് ഡയബറ്റിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഡയബറ്റിക്, തൈറോയിഡ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്രമേണ അത് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് തുടങ്ങിയവ ക്രമേണ കുറച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇന്നലെ ഡയബറ്റിക്കിനെ കുറിച്ച് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ എല്ലാ ഫുഡ് സപ്ലിമെന്റ്സിന്റെയും കൂട്ടത്തിൽ ഒരു ഫുഡ് സ്കെഡ്യൂൾ തന്നിട്ടുണ്ട്. സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എപ്പോൾ കഴിക്കണം എന്നത്. അപ്പൊ അത് വളരെയധികം മൂല്യവത്തായിട്ട് നമ്മൾ
പാലിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോൾ കഴിക്കണം എന്നുള്ളത്. അതായത് രാവിലെ കഴിക്കേണ്ടത് വെറും വയറ്റിൽ കഴിക്കേണ്ടത് വെറും വയറ്റിൽ തന്നെ കഴിക്കണം. ഓക്കെ. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പൊ ആ കഴിക്കുന്ന രീതി ഫോർമുലേഷൻ നമ്മൾ പാലിച്ചു തന്നെ വേണം. അതിന്റെ വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബ്രൗഷറുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിൽ തന്നെ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കത് കഴിക്കേണ്ടി വന്നാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ തന്നെ ഒരു കസ്റ്റമർ കെയർ നമ്പർ എല്ലാ ബോട്ടിലും ഉണ്ട്. ആ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ഡയറക്ഷൻ തരും. ഇനി അതിൽ തരാൻ പറ്റാത്തതാണെങ്കിൽ അത് ഡയറക്റ്റ് ലീഡ് ചെയ്തിട്ട് അതിന് വേണ്ടി വരുന്ന സഹായം അവിടെ ചെയ്തു തരും. എനിവേ ഇതൊരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള സമ്പത്ത്, അതായത് ഡയബറ്റിക് ഫ്രീ നേഷൻ, തൈറോയ്ഡ് ഫ്രീ നേഷൻ, അതേപോലെ തന്നെ നമ്മൾക്ക് ആരോഗ്യം എന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 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 വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അലോപ്പതി ഡോക്ടർ പറയുന്നത്, എൻ്റെ അടുത്ത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗറിന് മരുന്ന് കൊടുക്കും. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രഷറിന്റെ മരുന്ന് കൊടുക്കും. പ്രഷർ മാറിയില്ല എന്ന് പറഞ്ഞാൽ മരുന്നിന്റെ ഡോസ് കൂട്ടി കൊടുക്കും. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാൻ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു അലോപ്പതി ഡോക്ടർ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ WHO ഉൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറെ അഭിമാനമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അലോപ്പതി ഡോക്ടേഴ്സിന് സപ്ലിമെന്റ്സിനെ കുറിച്ചുള്ള പരിശീലനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതായത് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, സപ്ലിമെന്റ്സിനെ കുറിച്ചുള്ള പരിശീലനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അതായത് ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ ഏത് ഡോക്ടർക്കും പ്രിസ്ക്രൈബ് ചെയ്യാം. ഏത് ഡോക്ടർക്കും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. നമുക്ക് മാംഗ്ലൂരില് മുള്ളർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവിടെ അവരുടെ പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഡയബറ്റിക്കിനൊക്കെ നമ്മുടെ ഡയബറ്റിക്സ് ഒക്കെ അവരുടെ പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ കിട്ടും. എന്ന് വിചാരിച്ച് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകണ്ട. ഡോക്ടറെ കൊണ്ട് ഇത് വിൽപ്പിക്കാൻ നോക്കാനല്ല നോക്കേണ്ടത്. അവർ തനിയെ വന്നോളും. നമുക്ക് വേണ്ടത് പറഞ്ഞാൽ മാക്സിമം ഇപ്പം നമ്മൾ സോഫ്റ്റ് ലോഞ്ചിങ് ആണ്. ഇതിന്റെ ഒരു ബൃഹത്തായിട്ടുള്ള ലോഞ്ചിങ് വരും. ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ സോഫ്റ്റ് ലോഞ്ചിങ്ങിലാണ് നിൽക്കുന്നത്. സോഫ്റ്റ് ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, അവരത് കൺസ്യൂം ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നു. അപ്പൊ നമ്മളുടെ റിസൾട്ടിന്റെ തോത് അതിഗംഭീരമായ വിശാലമായ അർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ റിസൾട്ട് എടുത്ത ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഹാർഡ് ലോഞ്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുമായിട്ടാണ് പോകുന്നത്. ആ പ്ലാനാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ന് ചിങ്ങം ഒന്നല്ലേ. നമ്മൾ ഏവരും സ്നേഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണ്? സ്നേഹത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ശരീരത്തിൽ ഏത് അവയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൃദയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെ? ഹൃദയം, അല്ലെ? നിനക്ക് തീരെ ഹൃദയമില്ല എന്നൊക്കെ പറയും ചിലർ, അല്ലെ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിനക്ക് തീരെ സ്നേഹമില്ല എന്നുള്ളതായിരിക്കും. അപ്പം ഈ ഹൃദയം, അപ്പം പലരും ചോദിക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ കവിഞ്ഞ് വേറൊരാളുമില്ല. ഇതൊരു കോൺട്രാഡിക്റ്റൽ വേർഡായി തോന്നാം. ഈ ഭൂമിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ കഴിഞ്ഞ് വേറെ ആരുമില്ല. അപ്പൊ നിങ്ങളെ സ്നേഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഓരോ ഓർഗാനിനെ സ്നേഹിക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അതിനെ നന്നായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ മാത്രമായിരിക്കും. മിറാക്കിൾസ്, അല്ലെ? നമ്മളെ രജനീകാന്ത് എപ്പോഴും പറയുന്ന പോലെ മിറാക്കിൾസ് ഡു ഹാപ്പൻ. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും മിറാക്കിൾസിൽ വിശ്വസിക്കുന്ന ആളാണ്, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ലോജിക്കൽ മൈൻഡിൽ ജീവിച്ചോണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് കാര്യം? അതെങ്ങനെ വർക്ക് ചെയ്യും? ഇപ്പം ജലം എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ കുടിക്കേണ്ടതാണ്. അതിന്റെ കെമിക്കൽ നെയിം വന്നിട്ട് H2O ആണ്. അപ്പൊ ഇതെങ്ങനെ രണ്ട് ഹൈഡ്രജനും ഈ ഓക്സിജനുമായി വരുന്നു എന്ന് ഞാൻ ചിന്തിക്കേണ്ടതില്ല. എനിക്ക് ആവശ്യമുള്ളത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ മാജിക്കൽ മൈൻഡാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്നത് നിങ്ങൾക്ക് ലോജിക്കൽ മൈൻഡ് അല്ല വേണ്ടത്, മാജിക്കൽ മൈൻഡ്. കാരണം നമ്മൾ ഇറങ്ങി നടക്കുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന ഒരു വിശ്വാസമാണ് വേണ്ടത്. അത് കൃത്യമായിട്ടും പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്. സാന്റിയാഗോ ആൽക്കമി ചെയ്യാൻ പറ്റുന്ന ആളെ അന്വേഷിച്ച് അവസാനം എത്തിച്ചേരുമ്പോൾ പറയുന്നുണ്ട് അത് തുടങ്ങിയവർക്ക് തന്നെയുണ്ടെന്ന്. അപ്പം എല്ലാത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്. അപ്പൊ നിങ്ങൾ സ്നേഹിക്കേണ്ടതും പ്രണയിക്കേണ്ടതും നിങ്ങളുടെ ഹൃദയത്തെയാണ്, മറ്റുള്ളവരുടെ ഹൃദയത്തെ അല്ല. ഓക്കെ. അപ്പം
അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ ഐ ലവ് മൈ ഹേർട്ട്. ഓക്കെ. എന്റെ ഹേർട്ടിനെ നെഞ്ചത്ത് കൈവച്ച് ഐ ലവ് യു എന്ന് നമ്മൾ നമ്മളോട് പറയാൻ നമുക്ക് പര്യാപ്തമാകണം. അങ്ങനെ പര്യാപ്തമായി തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭക്ഷണശീലങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞ അസിഡിറ്റിക് ഫുഡിനെയാണ് 95% നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഈ അസിഡിറ്റിക് ഫുഡ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷം, അതായത് ശ്രദ്ധിക്കണം, ന്യൂട്രൽ ബോഡി ആകണം നമ്മുടെ ശരീരത്തിൽ. ആൽക്കലിനിറ്റിയും വേണം, അസിഡിറ്റിയും വേണം. ഇത് ബാലൻസ് ആയി തന്നെ കൊണ്ടുപോകണം. ഇങ്ങനെ ബാലൻസ് ആയി കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത്, സ്റ്റാമിന, ലിബിഡിറ്റി ഒക്കെ ഡെവലപ്പായി നിൽക്കുന്നത്. അത് അസിഡിറ്റി. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ആസിഡിനകത്ത് ഒരു ഇരുമ്പിട്ട് എന്ത് സംഭവിക്കും? ഒരു ഇരുമ്പ് കഷ്ണത്തിനും ഒരു ആസിഡ് അതിനകത്തിട്ടാൽ എന്ത് സംഭവിക്കും? ആ ഇരുമ്പ് ക്രമേണ ദ്രവിച്ചു തുടങ്ങും. വളരെ വേഗത്തിൽ ദ്രവിച്ചു തുടങ്ങും. ശരിയല്ലേ? ഒരു ആസിഡ് ഇരുമ്പിന്റെ മേലെ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇരുമ്പ് ദ്രവിച്ചു തുടങ്ങും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 95% നമ്മൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന അസിഡിറ്റിക് ഫുഡ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ഇത് നശിപ്പിക്കുകയോ ഇല്ലയോ? അപ്പൊ നമ്മുടെ ഭക്ഷണശീലം ഇങ്ങനെ തുടർന്ന് നമ്മൾ ശീലങ്ങളാണ് അല്ലെ? ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് തൊള്ള ഇങ്ങനെ തുടർന്ന് വന്നിരിക്കുന്നത്. പണ്ടൊരു പൂജാരി പൂജ ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. മകനെയും കൂട്ടത്തിൽ കൂട്ടി. അപ്പം മകനെയും വീട്ടത്തിൽ കൂട്ടിയ സമയത്ത് അവിടെ എന്ത് ചെയ്തു? പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പൊറിച്ച് ഒക്കെ വെച്ച സമയത്ത് ഒരു പൂച്ച വന്നിട്ട് വിളക്ക് ഓടി കളിക്കുന്നു, തട്ടിമറിക്കുന്നു, വിളക്ക് തട്ടിമറിക്കുന്നു, കിണ്ടി തട്ടിമറിക്കുന്നു, പാത്രങ്ങൾ തട്ടിമറിക്കുന്നു. അവസാനം പൂജാരി എന്ത് ചെയ്തു? ആ പൂച്ചേനെ ഒരു കൊട്ടയ്ക്കുള്ളിൽ അടച്ചു വെച്ചു. കൊട്ടയ്ക്കുള്ളിൽ അടച്ചു വെച്ചിട്ട് പൂജയൊക്കെ ചെയ്തു. അങ്ങനെ ആ പൂജാരി മരണപ്പെട്ടു. മകൻ പൂജാരിയായി വന്നു. അപ്പൊ മകൻ അവസാനം പൂജയ്ക്കുള്ള ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് പൂച്ചയും ഒരു കൊട്ടയും. കാരണം എന്താ വെച്ചാൽ പൂജ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കൊട്ടയ്ക്കുള്ളിൽ എന്തിനെ അടച്ചു വെക്കണം? പൂജയെ അടച്ചു വെക്കണം. കാരണം ശീലങ്ങൾ, നമ്മളുടെ ചെറുപ്പത്തിൽ തൊട്ടിട്ടുള്ള ശീലങ്ങൾ, കണ്ടുവന്നിരിക്കുന്ന ശീലങ്ങൾ, അത് ശരിയാണോ തെറ്റാണോ, അത് ലോജിക്കൽ ആയിട്ടുള്ളതാണോ മിറാക്കുലസ് ആയിട്ടുള്ളതാണോ, അത് എനിക്ക് ഗുണപ്രദമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മളൊരു ഭക്ഷണ ശീലത്തെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പണ്ട് ആരൊക്കെയോ ചെയ്യുന്നു, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മളെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവിടെ ഏറ്റവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് ആ ഉൽപ്പന്നത്തിന്റെ പേര്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ? ടെക്സ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. എന്താണ് ആ പ്രൊഡക്റ്റിന്റെ പേര്? സൗണ്ടഡ് ഫ്ലോ. കറക്റ്റ്. ഗുഡ്. താങ്ക് യു. സൗണ്ടഡ് ഫ്ലോ. സൗണ്ടഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് എന്ന് പറഞ്ഞാൽ, സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം ശബ്ദം എന്നാണെങ്കിൽ അതിന്റെ കൃത്യമായതിൽ ശാന്തമായത് എന്നാണ്. അത് ശാന്തമായിട്ടുള്ള ഒഴുക്ക്. ആ പ്രൊഡക്റ്റിന്റെ ഒരു അർത്ഥം നമ്മളൊന്ന് വിവക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ താളാത്മകമായിട്ടുള്ള ആ പ്രവർത്തനമാണ് സൗണ്ടഡ് ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാളും, 10 അല്ല 5 വയസ്സ് തൊട്ടിട്ടുള്ള ഏതൊരാളും വീട്ടിൽ ചുക്കുവെള്ളം, കരിങ്ങാലി വെള്ളം തുടങ്ങിയിട്ടുള്ള വെള്ളങ്ങൾ, ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം, അങ്ങനെ പലതരത്തിലുള്ള വെള്ളം വീട്ടിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു ഡെയിലി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് സൗണ്ടഡ് ഫ്ലോ. 10 ഗ്രാം എടുത്തിട്ട് മെല്ലെ 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് രാവിലെ ഒരു ഗ്ലാസ് ചൂടോടുകൂടി കുടിക്കുക. ബാക്കി ഡെയിലി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ചോദിക്കും, ഇത്രയൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇതൊരു മിറാക്ലസ് ഡ്രിങ്ക് ആണ്. അത് ഉപയോഗിച്ചവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം, അതായത് ഒറ്റ ചോദ്യം. ഇപ്പൊ നിങ്ങളുടെ ബന്ധു നിങ്ങൾ അറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട സുഹൃത്തിന് കാർഡിയാക് പ്രോബ്ലം ഉണ്ടായി, ഡോക്ടർ പറഞ്ഞു സർജറിക്ക് വേണം, അവന് സാമ്പത്തികമായിട്ട് വലിയ വളർച്ചയൊന്നുമില്ല, സാമ്പത്തികമായിട്ട് അത്യാവശ്യം വേണ്ട സെറ്റപ്പിലല്ല, ഡോക്ടർ പറയുന്ന ഒരു 3,50,000 രൂപ വേണം സർജറിക്ക്. അപ്പം അവൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ മുൻപാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ആ 3,50,000 രൂപ സംഘടിപ്പിക്കാൻ നോക്കും. ശരിയല്ലേ? കാരണം സർജറി ചെയ്യണമെങ്കിൽ, അവന്റെ ഹൃദയം നിലനിൽക്കണമെങ്കിൽ ആ പണം കൊടുത്തേ പറ്റൂ. ആ പണം നമ്മൾ സംഘടിപ്പിക്കാൻ തോന്നും. ഇങ്ങനത്തെ ബോർഡുകൾ നിങ്ങളുടെ എല്ലാം ഗ്രാമങ്ങളുടെ മുക്കിലും മൂലയിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? സൗണ്ടൊക്കെ ആയിട്ട് പാട്ട് ഗാനമേളയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റോഡുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെ ഓരോന്നുമായിട്ട് വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇറങ്ങിത്തിരിക്കുന്നത്.
അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചാൽ, ഇനി ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നിങ്ങൾ പൈസ പിരിക്കാൻ വേണ്ടി 3,00,000 പിരിക്കാനല്ല ഓടേണ്ടത്. പകരം അവന്റെ താളാത്മകമായ ഹൃദയപ്രവർത്തനത്തെ നിലനിർത്താൻ എങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും, 900 രൂപ കൊടുത്താൽ 3,50,000 രൂപയുടെ ആ ഒരു സാഹചര്യത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഹൃദയത്തിലേക്ക് വരുന്ന, അതായത് കാർഡിയക് 5ഉം 6ഉം ബ്ലോക്കുകളുള്ള ആളുകൾ ആ ബ്ലോക്കുകളില്ലാതെ, ഇപ്പൊ കണ്ണൂരിലും നമുക്ക് ടെസ്റ്റിമോണിയൽ ഇരിപ്പുണ്ട്. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റൽ സർജറി ഫിക്സ് ചെയ്തത് 2 മന്ത്സ് ബാക്ക് നമുക്ക് ടെസ്റ്റിമോണിയൽ ഉണ്ട്. ഒട്ടനവധി അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഒരു ഡ്രിങ്കിന് ഇത്രമാത്രം പറ്റുമോ? പറ്റും. നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ അസിഡിറ്റിക് ഫുഡ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്ലഡിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ സർക്കുലേഷൻ ലെവലിൽ കുറച്ചും കൂടി ബോൾഡ്നെസ് ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഓയിലി ഫുഡൊക്കെ അടിച്ചു കയറ്റിയാണ് പോകുന്നത്. അപ്പോൾ ഓയിലി ഫുഡൊക്കെ അടിച്ചു വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഈ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ വെയിനുകളിലെല്ലാം തന്നെ ഈ ഓയിൽ കണ്ടന്റ് വരുന്ന സമയത്ത് അവിടെ ഒരു പ്ലാക്കുകൾ ഫോർമേഷൻ ഉണ്ടാകും. ഈ പ്ലാക്കുകൾ ക്രമേണ 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 നിങ്ങളുടെ ശക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ ഓട്ടത്തെ അത് തടയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ തടയുന്ന രീതിയിലേക്ക് കാരണങ്ങൾ എത്തിക്കും. അങ്ങനെ എത്തിക്കുന്ന ഘട്ടത്തിലാണ് സൗണ്ടഡ് ഫ്ലോ അവിടെ ആക്ട് ചെയ്യുന്നത്. സൗണ്ടഡ് ഫ്ലോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ അത് കഴിക്കേണ്ടത് ചെറു ചൂടോടുകൂടി, ലുക്ക് വാം വാട്ടർ എന്നാണ് പറയുക. അതായത് അന്തരീക്ഷത്തിലെ താപനിലയ്ക്ക് അനുസരിച്ച് തിളപ്പിച്ച വെള്ളത്തിന് സൗണ്ടഡ് ഫ്ലോ ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് രാവിലെ തന്നെ അങ്ങോട്ട് കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ്. ഇത് നിങ്ങളൊരു ശീലമാക്കി മാറ്റുക. ഇനി ഹൃദയ പ്രശ്നമില്ലാത്തവരും പ്രശ്നമുള്ളവരും ഇത് ശീലമാക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ റെഗുലറൈസ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഹർഷാസാർ അത് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം തന്നെ കമ്പനിയിലുള്ള എല്ലാ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വിൽക്കാൻ വേണ്ടിയുള്ളതല്ല, പകരം എനിക്കും കൂടി ഉള്ളതാണെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലെ, ഞങ്ങൾ ഓരോ ഉൽപ്പന്നങ്ങൾ വരുമ്പോഴും ആദ്യം ഞങ്ങൾ അത് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. ഇത് ചങ്കൂറ്റത്തോടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. മറ്റൊരാളുടെ അനുഭവം എൻ്റെ അനുഭവം ആവില്ലല്ലോ. എൻ്റെ അനുഭവം ആവണമെങ്കിൽ ഞാൻ തന്നെ ഉപയോഗിക്കണ്ടേ? അപ്പൊ ഞങ്ങൾ അത് ഉപയോഗിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് ഒരു തരത്തിലുള്ള ഹൃദയാഘാതത്തിന്റെ സാധ്യത ആർക്കും ഉണ്ടാകില്ല. അത്രമാത്രം അത്ഭുതമുള്ള ഒരു ഡ്രിങ്കാണ് സൗണ്ടഡ് ഫ്ലോ. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ആവശ്യമാണോ? ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ അവിഭാജ്യമാണോ? ആണെങ്കിൽ നിങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്യൂ. കേട്ടാ പോരല്ലേ? യെസ് എങ്കിൽ യെസ് നിട്ടാ മതി, നോ എങ്കിൽ എൻ നിട്ടോളൂ. കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആവട്ടെ. ഓക്കെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് അനിവാര്യമായ സാധനമാണ്. ഇനി അടുത്തൊരു കാര്യമുണ്ട്. സർജറി ഫിക്സ് ചെയ്തു ഒരാൾ, ഇപ്പൊ ഉദാഹരണത്തിന് സർജറി കഴിഞ്ഞു, നമുക്ക് ഓൾറെഡി ബ്ലഡ് തിന്നർ ആയിട്ടുള്ള എസ്പിരിൻ, എക്കോസ്പിരിൻ തുടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് ശരിക്കും ബ്ലഡിനെ നേർപ്പിക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. എന്നാൽ സൗണ്ടഡ് ഫ്ലോ ചെയ്യുന്നതും ബ്ലഡിനെ തിന്നി ചെയ്യാണ്. ബ്ലഡിനെ തിൻ ചെയ്തിട്ട് അതിന്റെ ഫ്ലോ സ്മൂത്ത് ആക്കിയിട്ട് പ്ലാക്സിനെ കംപ്ലീറ്റും അലിയിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതായത് അത് അലിയിച്ച് യൂറിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഭൂരിപക്ഷവും പഞ്ചഭൂതങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പഞ്ചഭൂതത്തിന്റെ സ്വാധീനമുണ്ട്. എന്താണെന്നറിയാലോ? പഞ്ചഭൂതങ്ങൾ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? വെള്ളം, വായു തുടങ്ങിയിട്ടുള്ള. അപ്പൊ നമ്മുടെ ശരീരവും ഇതുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് വെള്ളം. വായുവിനോടൊപ്പം തന്നെ തുല്യമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ 75% വാട്ടർ ആണ്. അപ്പൊ നമ്മൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടോ? നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടാവും, കാപ്പി കുടിക്കുന്നുണ്ടാവും, ഒക്കെ കുടിക്കുന്നുണ്ടാവും, ഇല്ലാന്നല്ല. പക്ഷേ ചായയും കാപ്പിയും അസിഡിറ്റിക് നേച്ചറാണ്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, ഒരാണിന് 3.5 ലിറ്റർ വെള്ളം വേണം, ഒരു പെണ്ണിനാണെങ്കിൽ 3 ലിറ്റർ വെള്ളവും വേണം ഒരു ദിവസം. ഇത് നിങ്ങൾ കുടിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. പലപ്പോഴും വെള്ളം കുടിക്കാത്തത് കൊണ്ട് അസുഖം ഉണ്ടാവുകയും ഈ അസുഖത്തിന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിരുന്ന സമയത്ത് തളർച്ച അനുഭവപ്പെടും, ട്രിപ്പിട്ട് കിടക്കും, ട്രിപ്പിട്ട് കിടന്നിട്ടും അവരടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോകും, ട്രീറ്റ്മെന്റിന്റെ സ്റ്റേജ് പോകും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മെഡിക്കേഷൻ ലൈഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു അമൃതാണ്. ഒരു കാരണവശാലും വെള്ളം നിങ്ങൾ ഒഴിവാക്കരുത്. ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ജപ്പാനിൽ അവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മൾ തറ പറ ABCD പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് ഹൗ ടു ബ്രത്ത്,
എങ്ങനെ ശ്വസിക്കണം? അപ്പൊ നമ്മൾ ചോദിക്കും, അതെന്ത് ചോദ്യാ? എങ്ങനെ ശ്വസിക്കണം? നമ്മളൊന്നും നമുക്ക് ശരിയായി ശ്വസിക്കാൻ അറിയുന്നവരല്ല. ചിലർ വായിൽ കൂടെ ശ്വസിക്കും, ചിലർ മൂക്കിൽ കൂടെ ശ്വസിക്കും. ഈ ശ്വസനത്തിന് പോലും നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ പോലും നമുക്കില്ല. നമുക്കത് ബോധപൂർവം ചെയ്യുന്നതല്ല. അല്ലേ? നമ്മളെ കിതയ്ക്കുകയാണെങ്കിൽ വായിൽ കൂടെ നമ്മൾ ശ്വസിച്ച് എടുക്കുന്ന ആൾക്കാരില്ലേ? നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ അറിയാം നമ്മൾ ഇങ്ങനെ തന്നെയാന്ന്. ഇപ്പൊ ഞാൻ എന്നെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണത്. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ ബ്രത്ത് ചെയ്യണം, എങ്ങനെ ശ്വാസം, അതായത് ശ്വാസത്തെ എങ്ങനെ ഉപയോഗിക്കണം. അടുത്തതാണ് ഒരു വെള്ളം എങ്ങനെ ഉപയോഗിക്കണം. അവര് പറയുന്നത് വെച്ചാൽ 120 എംഎല്ലിന്റെ 6 ഗ്ലാസ് വെള്ളം, അതായത് 120 എംഎല്ലിന്റെ 6 ഗ്ലാസ് വെള്ളം എഴുന്നേറ്റ പാടെ, അതായത് ബെഡിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ 6 ഗ്ലാസസ് ഓഫ് വാട്ടർ കഴിക്കും. അതായത് ഏകദേശം 720ന്റെ അടുത്ത് എംഎൽ വെള്ളം ഒരു ആ എഴുന്നേറ്റ പാടെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് കുടിക്കും. അത് ആദ്യത്തെ ദിവസമല്ല, പല സ്റ്റേജസ് ആയിട്ടാണ് നിർത്തുന്നത്. ഈ വെള്ളം ഡെയിലി അവർ ശീലമാക്കിയപ്പോൾ അവർ കണ്ട ഒരു കാര്യം, 720 പറഞ്ഞാൽ 3.5 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കുടിക്കുന്നത്. അപ്പം കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, ആ ഫൈൻഡിങ്സ് ഇന്ന് WHO പോലും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ മെഡിസിനൽ പവർ, എഴുന്നേറ്റ പാടെ തന്നെ ഹൈഡ്രേഷൻ നടക്കുമ്പോൾ നല്ല രീതിയിൽ ബൗളിംഗ് നടക്കും. വയറിൽ കെട്ടി നിൽക്കുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബൗളിംഗ് നടക്കും. നല്ല രീതിയിലുള്ള യൂറിനേഷൻ നടക്കും. അതായത് തലേ ദിവസം കഴിച്ചിരിക്കുന്ന ടോക്സിക് അങ്ങനെ തന്നെ പുറത്തേക്ക് പോകും. ബോഡിയിൽ നിന്നും പുറത്തേക്ക് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും ഈ വെള്ളം കഴിക്കുന്നതോട് കൂടിയിട്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹൈഡ്രേഷൻ ലെവൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്കിൻ ടോണിൽ ചേഞ്ചസ് വരുന്നുണ്ട്. തലവേദന, ജോയിന്റ് പെയിൻസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ, ഒട്ടനവധി പ്രശ്നങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അവര്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധി ഈ ഒരു വാട്ടർ തെറാപ്പിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളത്തിന്റെ എത്ര ആ വെള്ളത്തെ തന്നെയാണ് നമ്മൾ സൗണ്ടഡ് ഫ്ലോ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ഇവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ദിവസവും ഒരു ഡ്രിങ്ക് ആയിട്ട് സൗണ്ടഡ് ഫ്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഹൃദയം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അത് വയസ്സൊന്നും നോക്കണ്ട, നിങ്ങളത് കഴിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയൊരു ബില്ല് കാണാനുള്ള യോഗം അത് നിങ്ങളുടെ സേവിങ്സ് ആണ്. കാരണം 2,00,000 3,00,000 രൂപ ബില്ല് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു 900 രൂപ കൊടുത്ത്, കാരണം 15 ഡേയ്സ് കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ലിസി ഹോസ്പിറ്റലിൽ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുന്ന് യാദൃശ്ചികമായിട്ടാണ് അവരുടെ അടുത്ത് നമ്മുടെ ഒരു വെൽനസ് അഡ്വൈസർ എത്തിച്ചേർന്നത്. അവരാ കാര്യം പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു, സർജറിക്ക് മുമ്പ് ഒരു പരീക്ഷണം എന്ന രീതിയിൽ അത് ട്രൈ ചെയ്തു. അപ്പൊ 30-40 ഡേയ്സിന്റെ ഡേറ്റ് ഇട്ടിട്ടാണ് സർജറി ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രത്തിങ് ലെവലിൽ മാറ്റം വന്നു. സർജറിക്ക് മുമ്പ് പ്രീ സർജറി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിനകത്ത് ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ, സർജറി വേണ്ടെന്ന്. അവരുടെ എത്ര രൂപ ലാഭം പറ്റും? എത്ര രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റി? ആ പണം ലാഭിക്കാൻ പറ്റിയെന്നല്ല, ഒരു കീറി മുറിക്കലിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഇതുപോലത്തെ ഒട്ടനവധി അനുഭവങ്ങൾ നമുക്ക് ദിവസവും തോറും കമ്പനിയിലേക്ക് ഓരോരുത്തരുമായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. പല രീതിയിലുള്ള അനുഭവങ്ങൾ. അപ്പം സൗണ്ടഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിറാക്കുലസ് ഡ്രിങ്ക്. അത് കഴിക്കുക. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ന്യൂട്രീൻ വിറ്റയും റിവൈറ്റലൈസറും കൊടുത്തുകൊണ്ട് ഒരമ്മ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പം അതിലെ ആ വെൽനസ് അഡ്വൈസർ ആയിട്ട് നിൽക്കുന്ന ആള് നമ്മുടെ അർഷാ സാറെ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. ആ അധ്യാപകനുമാണ് അമ്മയോടൊപ്പം നിൽക്കുന്നത്. ആ അമ്മയെ ആ അധ്യാപകന്റെ കുടുംബത്തിൽ തന്നെയുള്ളതാണ്. അവരവിടെ കൊണ്ടോയി കൊടുത്തു. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ലെവൽ 10 ഇരട്ടിയോളം വർദ്ധിച്ചു. അപ്പം നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ്സിലെ ഉൽപ്പന്നങ്ങൾ എന്നെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ്. മിറാക്കുലസ് ആയിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ല വരിക. അപ്പൊ സൗണ്ടഡ് ഫ്ലോ കൊണ്ട് തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സൗണ്ടഡ് ഫ്ലോ തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ സൗണ്ടഡ് ഫ്ലോയുടെ പ്രഥമ ധർമ്മം എന്താണ്? ഹൃദയതാളത്തെ, താളാത്മകമായ ഹൃദയത്തെ നിലനിർത്തുക എന്നുള്ളതാണ് സൗണ്ടഡ് ഫ്ലോയുടെ പ്രഥമമായിട്ടുള്ള ധർമ്മം. അപ്പം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ദൈനംദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശീലങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പം അതിൽ ഡോക്ടർ സജീവ് തന്നെ പറയും, 7 ദിവസവും നമ്മൾ 7 തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇട്ട വെള്ളം, നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, ഒരു ദിവസം ജീരകമാണെങ്കിൽ, ഒരു ദിവസം കറുവപ്പട്ട, ഒരു ദിവസം ഏലം, ഒരു ദിവസം അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പ് വെള്ളം നമ്മൾ കുടിക്കുന്നത് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. നമ്മളിത് കൃത്യമായിട്ട് നമ്മുടെ സെഷനുകളിലെല്ലാം തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ടഡ് ഫ്ലോ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനോട് കൂടി ചേർത്ത് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് കുർക്കുമോ ലവംഗ. കാരണം കുർക്കുമ ലവംഗയും നല്ല ഒരു ബ്ലഡ് തിന്നറാണ്. അതായത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ബ്രെയിൻസ് ഇപ്പം തലയ്ക്ക് ഒരു സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ തലയ്ക്ക് ഒരു സ്ട്രോക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടെങ്കിൽ കുർക്കുമ ലവംഗയുടെ റിസൾട്ട് അതിഗംഭീരമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അതിന്റെ പ്രവർത്തന തോത്. അപ്പം ആ ഒരു കുർക്കുമ ലോങ്ങയും അതേപോലെ തന്നെ സൗണ്ടഡ് ഫ്ലോയും ഒരേ പാറ്റേണിലാണ്. പക്ഷെ ഈ പാറ്റേൺ ഇത് രണ്ടും വർക്ക് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്ലഡ് തിന്നറാകും. അപ്പോൾ വേറൊരു പ്രോബ്ലം അവിടെ ജനറേറ്റ് ചെയ്യാം. കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഫ്ലോ പെട്ടെന്ന് സ്റ്റോപ്പ് ആകാനുള്ള സാധ്യത കുറവായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് രണ്ടും കേട്ട പാടെ പോയിട്ട് ഓടി ഉപയോഗിക്കേണ്ട. ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ മെഡിക്കേഷൻ കേസുകളിൽ നമുക്ക് കുർക്കുമ ലോങ്ങയും കൂടി, ഇപ്പൊ കാർഡിയാക് പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ, അതൊക്കെ ഹെവി ബ്ലോക്ക് വരുന്ന ഒരാളാണെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ ആയിട്ടും നമ്മൾ കുർക്കുമ ലോങ്ങയും കൂടി കൊടുക്കും. കൂടാതെ കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ കരിഞ്ജീരകത്തിന് അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫലമുണ്ട്, അതും കൊടുക്കും. ഇതൊക്കെ ക്യാപ്സ്യൂളാണ്. ഇനി ഉപയോഗിക്കേണ്ട വിധം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സൗണ്ടഡ് ഫ്ലോ 10 ഗ്രാം എടുക്കുക. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ. ടീസ്പൂണുമുണ്ട്, ടേബിൾ സ്പൂണുമുണ്ട്. ടീസ്പൂൺ ചെറിയ സ്പൂൺ, വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ. ഒരു ടീസ്പൂൺ എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടുകയല്ല, ഇതിട്ടിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് നന്നായിട്ട് വെട്ടിത്തിളച്ച് വറ്റിക്കൊന്നും വേണ്ട. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. അതെടുത്തിട്ട് ഒരു ഗ്ലാസ് കയ്യോടുകൂടി ചെറു ചൂടോടുകൂടി കുടിക്കുക. അത് രാവിലെ തന്നെ കുടിക്കുന്നത് നല്ലതായിരിക്കും. അതെപ്പോഴും പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് വെറും വയറ്റിൽ കുടിക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബ്ലോക്ക് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശീലം അദ്ദേഹം തുടർന്നു കഴിഞ്ഞാൽ ഒരു 15 ഡേയ്സ് കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടുകൾ നമുക്കൊരു 80% ഫീഡ്ബാക്കിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് 80% ഫീഡ്ബാക്കിൽ നിന്നും 15ാമത്തെ ദിവസം തന്നെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ചില കേസുകളിൽ അത് നീണ്ടും പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഹൃദയത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, അതായത് നിങ്ങളുടെ വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാകുക എന്ന് മാത്രമല്ല, നിങ്ങൾ അത് ഉപയോഗിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ 3 ലക്ഷത്തിന്റെയും 4 ലക്ഷത്തിന്റെയും ബില്ല് കൊടുക്കാൻ ഓക്സിയിൽ സെയിൽ നടത്തി. ഇപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, 2 തരത്തിലുണ്ടാവും. ഇപ്പൊ അതേപോലെ വന്നു 3 ലക്ഷം രൂപ വേണം, എന്ത് ചെയ്യും, ആ ബിസിനസ് ഒക്കെ ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്ത്. ഇപ്പൊ സൗണ്ടഡ് ഫ്ലോ ഒരു 100 പേർക്ക് വിറ്റിട്ട് അതിൽ നിന്നുള്ള റവന്യൂ എടുത്ത് 2.5 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പ്ലാൻ ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ലോജിക്കൽ മൈൻഡിന് അടിമയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീർത്തോളൂ. ഈ കൊടുക്കുന്ന 900 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടേസ്റ്റ് ലിറ്റിൽ ബിറ്റർ ടേസ്റ്റ്. ബിറ്റർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബിറ്റർ അല്ല. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായി തോന്നില്ല. ഓക്കെ, അതായത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക്, ഞാനിവിടെ എനിക്കൊരു മെസ്സേജ് വരുന്നതിനാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി കഴിച്ചിരിക്കുന്ന ആളുകൾക്ക് ആസ്പിരിൻ കഴിക്കുമ്പോൾ ഇത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്ലഡ് വളരെ ഫാസ്റ്റായിട്ട് തിന്നറാകും. അപ്പോൾ എന്ത് കുറയ്ക്കണം? ആസ്പിരിന്റെ ഡോസ് ഓരോ അടുത്ത ടെസ്റ്റ് ഒരു 7 ഡേയ്സ് കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആസ്പിരിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് അലോപ്പതി ടാബ്ലറ്റ്സ് കംപ്ലീറ്റ് ഒഴിവാക്കി ഈ സൗണ്ടഡ് ഫ്ലോയിലേക്ക് മൊത്തം ചേഞ്ച് ആകണം. അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിനെ നന്നായിട്ട് തിന്നി ചെയ്യുന്ന സാധനം. എന്തിനാ തിന്നാക്കാൻ കാരണം? കട്ടിയുള്ള ബ്ലഡ് കൂടെ ഇടിച്ചു കയറി പോകാൻ പറ്റില്ല. അപ്പൊ തിന്നാക്കുമ്പോൾ എന്താണ്, വളരെ സ്മൂത്ത് ആയിട്ട് അത് ഫ്ലോ ചെയ്യും, ബ്ലഡിനെ തിന്നി ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു ടാബ്ലറ്റ് ആണ് ഈ ആസ്പിരിൻ എന്ന് പറയുന്ന സാധനം. ഈ ആസ്പിരിൻ ചെയ്യുന്ന ഫലത്തിന്റെ 100 മടങ്ങ് ഫലമാണ് സൗണ്ടഡ് ഫ്ലോ ഇവിടെ ചെയ്യുന്നത്. ഇത് കുഴിച്ചു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ ബ്ലഡ് ഭയങ്കരമായിട്ട് തിന്നറാവും, ഭയങ്കരമായിട്ട് ഡയലൂഷൻ സംഭവിക്കും. അപ്പം അങ്ങനെ ഡയലൂഷൻ സംഭവിക്കുമ്പോൾ കൂടുതൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അലോപ്പതി ടാബ്ലറ്റ്സ് കുറച്ച് കൊണ്ടുവരണം. കുടിക്കുമ്പോൾ എപ്പോഴും ചൂടാക്കേണ്ട ആവശ്യമില്ല. ആദ്യം തിളപ്പിച്ച സാധനം നമ്മൾ ചൂടോടെ കുടിക്കുക. ബാക്കി ഒരു ഡ്രിങ്ക് ആയിട്ട്, സാധാരണ വീട്ടിൽ ചുക്കുവെള്ളം കരിങ്ങാലി വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെയാണോ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ബോയിൽ ചെയ്തിട്ടിട്ട് ആ സാധനം ഡെയിലി ആയിട്ട് ഉപയോഗിച്ചാൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡയബറ്റിക് അല്ലെ? ഡയബറ്റിക്കിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നു വെച്ചാൽ, ഡയബറ്റിക്കിന്റെ
നമ്മൾ പറയില്ലേ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് വരുന്ന പ്രഥമ അനദർ ഡിസീസ് ആണ് ഹേർട്ട് ഡിസീസ്. അതായത് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഹേർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള ചാൻസ് കൂട്ടും. അപ്പം ഡയബറ്റിക് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഡയബറ്റിക് ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ കോമ്പിനേഷൻ ആയിട്ടാണോ പറഞ്ഞതെങ്കിലും ഡയബറ്റിക് ഉള്ള ആൾക്കാർ സൗണ്ടഡ് ഫ്ലോ നോർമലി ബേസിക്കലി കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. സൗണ്ടഡ് ഫ്ലോ മാത്രമല്ല, ഞാൻ ഇന്നലെ വേറൊരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ബ്ലഡിന്റെ pH കൺട്രോൾ ചെയ്യുന്നത് എന്താണത്? ഹീമോപ്ലസ് അല്ലെ? ഹീമോപ്ലസ്. അപ്പൊ ഹീമോപ്ലസും സൗണ്ടഡ് ഫ്ലോയും കൂടി ഡയബറ്റിക് ഉള്ള ആള് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഹൃദയാഘാതത്തിനുള്ള ചാൻസ് കുറയുന്നതാണ്. അപ്പൊ ജനറൽ ആയിട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ സൗണ്ടഡ് ഫ്ലോ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭക്ഷണശീലം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുന്നത് അനുഭവങ്ങൾ. കാരണം ഞാൻ കഴിക്കുന്ന ഭക്ഷണമല്ല നിങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കില്ല മറ്റൊരാൾ കഴിക്കുന്നത്. അപ്പോൾ ഹോട്ടൽ ഫുഡും വീട്ടിൽ ഒരു നേരമെങ്കിലും ഹോട്ടൽ ഫുഡിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതും കഴിച്ചേ മതിയാകൂ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സൗണ്ടഡ് ഫ്ലോയോടൊപ്പം തന്നെ ഹീമോപ്ലസും ഉപയോഗിക്കണം. ഏതാണ് ഹീമോപ്ലസ്? ഞാൻ ഇന്നലെ പറഞ്ഞു, ഹീമോപ്ലസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ pH, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ നിലനിർത്തുന്ന സാധ്യതയാണ്. അതായത് ബ്ലഡ് എപ്പോഴും ആൽക്കലിനിറ്റി സ്വഭാവത്തിലേക്ക് പോകും. അതായത് ബ്ലഡ് ആൽക്കലിനിറ്റി സ്വഭാവത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ആൽക്കലിനിറ്റി അല്ല, ആസിഡ് സ്വഭാവത്തോട് പോകും. കാരണം നമ്മൾ കഴിക്കുന്ന വറുത്തതും പൊരിച്ചതും കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ആസിഡ് സ്വഭാവത്തിലോട്ട് പോകും. ആസിഡ് സ്വഭാവത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം ഇവിടെ കൃത്യമായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ വളരെ വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇപ്പൊ ബ്ലഡിന്റെ നോർമൽ pH എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലിൻ നേച്ചറാണ്. നിങ്ങൾക്കറിയാം 7.35 to 7.45 വരെയൊക്കെയാണ്, അല്ലെങ്കിൽ 7.4 ഒക്കെയാണ് നമ്മുടെ നോർമൽ ബ്ലഡിന്റെ pH ആയിട്ട് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇമാതിരി ഫുഡ് അടിച്ചാൽ അത് ആൽക്കലിൻ നേച്ചറിലോട്ട് കയറില്ല. അത് കയറിയിട്ടില്ല എങ്കിൽ ബ്ലഡ് ആസിഡിറ്റിക് നേച്ചർ ആവും. അപ്പൊ ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ആസിഡിറ്റിക് സ്വഭാവത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഹൃദയത്തോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ ഭാഗം തന്നെയാണ്, ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അടുത്തൊരു ഘടകം കൂടിയാണ്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെ ശരീരത്തിലും 5% ക്യാൻസർ സെല്ലുകളുണ്ട്. അതായത് 2 to 5% ക്യാൻസർ സെല്ലുകളുണ്ട്. ഈ ക്യാൻസർ സെല്ലുകൾ വളരാൻ ആവശ്യമായ വിത്തും വളവും ആര് കൊടുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് വളരാൻ ആവശ്യമായിട്ടുള്ള വിത്തും വളം ആരാ കൊടുക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഭക്ഷണശീലമാണ് ഇതിന്റെ ഒരു ഘടകമായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളിവിടെ ലിസൺ ചെയ്യുക. നിങ്ങളെ കയ്യിലിരിക്കുന്ന സൂമിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങളിപ്പോൾ പരീക്ഷിച്ച് നോക്കണ്ട. കാരണം വെച്ചാൽ പരീക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ ആളുകൾക്കും അത് ഡിസ്റ്റർബൻസ് ആവും. അത് നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് പരീക്ഷിച്ച് നോക്കുക, വൈറ്റ് ബോർഡ് ഒക്കെ എടുത്തിട്ട്. ഓക്കെ, ചുക്കുവെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ചുക്കുവെള്ളം വേറെ, ഇത് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ചുക്കുവെള്ളം വേറെ. നിങ്ങൾ സൗണ്ടഡ് ഫ്ലോ കുടിക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാ ദിവസവും സൗണ്ടഡ് ഫ്ലോ തന്നെ കുടിക്കുക. അത് ശീലമാക്കുക, അതൊരു ഹാബിറ്റ് ആക്കുക. എന്ത് രസമായിരിക്കും എന്നറിയോ? അത് വളരെ നല്ല രീതിയിൽ ഒരു ഹാബിറ്റ് ആക്കുക. കാരണം ഹൈ റിസ്ക് കാറ്റഗറി, ശരിക്കും പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീഷോറിലുള്ള അതേ ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉള്ള ആൾക്കാരാണ് മലയാളികൾ. മെഡിറ്ററേനിയൻ സീഷോർ, ആ മെഡിറ്ററേനിയൻ സീഷോറിലുള്ള ആളുകൾക്ക് അധികവും അസുഖം ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾക്ക് അസുഖത്തിന്റെ തോതുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ 10 വർഷത്തിന്റെ അല്ലെങ്കിൽ 20 വർഷത്തിന് അനുസരിച്ചല്ല ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മളൊരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാറുണ്ട് പണം. എന്തിനാ? ഹെൽത്ത് ഇൻഷുറൻസിന്. ശരിയല്ലേ? എന്തിനാ ഹെൽത്ത് ഇൻഷുറൻസിന് ചിലവഴിക്കുന്നത്? എന്നെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ബില്ല് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെ? അതിന് നമ്മൾ എടുക്കുന്ന പ്രിക്വേഷൻ ഉണ്ട്, നമ്മൾ അതിന് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി ഉണ്ട്. ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ എനിക്ക് സേവ് ചെയ്യാം?
ആ സിൻസിയറിറ്റി നിങ്ങൾക്ക് അസുഖമില്ലാതിരിക്കാം എങ്ങനെ എന്നതിന് മാറ്റിയാൽ മതി. കാരണം ഒരു നോർമലി ഒരു വ്യക്തിക്ക് 25,000 തൊട്ട് 30,000 രൂപ ഒരു വർഷത്തിൽ പ്രീമിയം അടച്ചു പോകുന്നുണ്ട്. ഈ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ഞാൻ അടിമപ്പെടാം എന്നുള്ളൊരു ചിന്ത നമ്മൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻഷുറൻസിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നെ ഇൻഷുറൻസ് നല്ലതാണ്. അത് ഏറ്റവും കൂടുതൽ അവിഭാജ്യമാണ്. പക്ഷെ ഈ ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പ്രഥമമായിട്ടൊരു ചിന്ത വരേണ്ടത് ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കയറാതിരിക്കും. അപ്പൊ എൻ്റെ ഒരു അനുഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. എസ്പെഷ്യലി ഡീപ്ലി പറയുകയാണെങ്കിൽ ഓക്സിയുടെ നമ്മുടെ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് നമ്മളെ ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് പോലും എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ആ ഒരു ആഗ്രഹം ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിക്വേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എന്നെ സ്നേഹിക്കണം. മറ്റെല്ലാവരെക്കാളും കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. വേറൊരാൾ എന്നെ സ്നേഹിക്കണം എന്ന് എനിക്ക് ചെയ്തേക്കാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ പ്രയോറിറ്റി എനിക്ക് ഞാനാണ്. അപ്പം ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണശീലങ്ങൾ വ്യത്യസ്തമായിട്ടാണെങ്കിൽ ഹീമോ പ്ലസും മസ്റ്റായിട്ട് ഉപയോഗിക്കണം സൗണ്ടഡ് ഫ്ലോയോടൊപ്പം. അപ്പൊ സൗണ്ടഡ് ഫ്ലോ കഴിക്കുന്ന സമയത്ത് ബ്ലഡിനെ തിന്നറാക്കി നല്ല രീതിയിലുള്ള ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കുമ്പോൾ സെയിം ടൈമിൽ ഹീമോ പ്ലസ് എന്താക്കും, നിങ്ങളുടെ ബ്ലഡിന്റെ pH-നെ ബാലൻസ് ചെയ്യും. അതായത് അനീമിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അനീമിക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഹീമോ പ്ലസ്. അപ്പം നമ്മളൊക്കെ വിചാരിക്കും ഇത് കേവലം ഒരു ഡ്രിങ്ക് അല്ലേ എന്ന്. പക്ഷെ ഇതിനൊക്കെ അത്ഭുതമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിനും ഒരു അത്ഭുതമുണ്ട്. പക്ഷെ ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ കോമ്പിനേഷൻസ് അനുസരിക്കും അതിന്റെ റിസൾട്ട്. അപ്പൊ സൗണ്ടഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈൻ പൗഡർ അല്ല, അത് ശ്രദ്ധിക്കണം. നല്ല നൈസ് ആയിട്ടുള്ള പൊടിയല്ല, അത് കുറച്ചൊരു ക്രഷ്ഡ് ഫോർമേഷനിലാണ് വരിക. ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ചതഞ്ഞിട്ടിലിരിക്കുന്ന ഒരു ഫോർമേഷനാണ് വരിക. കാരണം വെച്ചാൽ അതിനെ ഫൈൻ പൗഡർ ആക്കാൻ പറ്റില്ല. ഫൈൻ പൗഡർ ആക്കേണ്ടി വന്നാൽ ചൂടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള മെഡിക്കേഷൻ ക്വാളിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യാതെയാണ് നമ്മളത് പ്രോസസ്സ് ചെയ്ത് കയറ്റി വെക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തരി പോലെയായിരിക്കും ആ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ടോപ്പിക്ക് ഇന്ന് ചിങ്ങം 1 ഇന്ന് തൊട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ആസ് എ മലയാളി എന്നല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങൾ, എന്നിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ സമൂഹത്തിനും സ്വാധീനം ചെല്ലും, എൻ്റെ കുടുംബത്തിനും സ്വാധീനം ചെലുത്തും. അതും രാജ്യത്തിന്റെ ഭാഗം കൂടിയായി മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഹോസ്പിറ്റലുകളിൽ നമ്മൾ വലിയൊരു ഹ്യൂജ് ആയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു സംവിധാനത്തിന് പകരം നമ്മൾ ഏറ്റവും വലിയൊരു സന്തോഷത്തോടു കൂടിയിട്ട് അതിന്റെ സമയം നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോക്കൂ, എത്ര സന്തോഷമായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സമ്പത്ത് നമ്മളുടെ അടുത്തേക്ക് വരും നമ്മളെ സ്നേഹിച്ചാൽ. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ സമ്പത്ത് നമ്മളുടെ അടുത്തേക്ക് വരില്ല. കാരണം മണിയും ഹെൽത്തും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അബണ്ടൻസ് എന്ന് പറഞ്ഞതും ഇതോടെ ഇന്റർ കണക്റ്റഡ് ആണ്, പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പം ഇവിടെ ലവ് ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് അതേപോലെ തന്നെ അതേ അർത്ഥത്തിലായിരിക്കും നമ്മുടെ ഹൃദയം നമ്മളോടത്ത് സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് ഹൃദയം പറയും നീ സമ്പന്നനാണ് എന്ന്. ഹൃദയം നിങ്ങളോട് പറയും. ആ ഒരു അവസ്ഥയിൽ പിന്നെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങൾ ഹൃദയത്തെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല് ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ഡിസീസസ് ആണ് എന്താണ്, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഡയബറ്റിക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഡയബറ്റിക്കിന്റെ ഒരു ട്രേസിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇപ്പം ഡയബറ്റിക്കിന്റെ ചെറിയൊരു വേരിയേഷൻ കാണുന്ന ആള് ഡിമിക്സ് കഴിക്കണമെന്നില്ല, സൗണ്ടഡ് ഫ്ലോ കഴിച്ചാൽ മതി. സൗണ്ടഡ് ഫ്ലോ തന്നെ ഇതിനെ ബാലൻസ് ചെയ്തോളും. കാരണം സൗണ്ടഡ് ഫ്ലോയ്ക്കും ഈ ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള റോൾ ഉണ്ട്. പക്ഷെ അത് ഇതിന്റെ കോമ്പിനേഷൻ ചെല്ലുമ്പോഴാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വലിയൊരു ഫലം ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ഇപ്പൊ ചിലർ പറയല്ലേ, മറ്റേ അങ്കമാലി ഭാഗത്തൊക്കെ ബീഫ് കൂർക്കലിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷൻ ചേരുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോന്നിന്റെ ഈ കോമ്പിനേഷൻ ഓരോ ടേസ്റ്റ് ഉണ്ടാകും അല്ലെ. ആ ടേസ്റ്റ് ബഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ ആ കോമ്പിനേഷൻ ആണ് ഇവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എല്ലാ ആളുകളും നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് സൗണ്ടഡ് ഫ്ലോ. പിന്നെ സൗണ്ടഡ് ഫ്ലോയുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗണ്ടഡ് ഫ്ലോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ LD മിക്സ്, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന പോലെ വണ്ണം കുറയാലോ. നിങ്ങൾക്ക് അറിയാലോ, വണ്ണം കുറയാതിരിക്കാൻ മീൻസ് ഒബിസിറ്റി ഉള്ള ആളുകൾ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, സ്ലിം ന്യൂട്രീഷൻ അല്ലെങ്കിൽ LD മിക്സ് എന്ന് പറയുന്നത്. LD മിക്സ് ഇതിന്റെ അപ്പം ചേർത്ത് കഴിക്കരുത്. LD മിക്സ് ഡ്രിങ്ക് ആണ്. ഓക്കെ,
എൽ ഡി മിക്സും ഒരു ഡ്രിങ്ക് ആണ്, ഇതും ഒരു ഡ്രിങ്ക് ആണ്. അപ്പം സൗണ്ടഡ് ഫ്ലോ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ത് ഉപയോഗിക്കരുത്? എൽ ഡി മിക്സ്, അതായത് വണ്ണം കുറയാനുള്ളത് ഉപയോഗിക്കരുത്. കാരണം സൗണ്ടഡ് ഫ്ലോ കൃത്യമായി ഫങ്ഷൻ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് ബോഡി ബാലൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായി. പിന്നെ അടുത്തൊരു കാര്യമുണ്ട്, ഈ വണ്ണം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തെറ്റായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഭക്ഷണം പട്ടിണി കിടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്ലിമെന്റ് അടിച്ചിട്ടൊക്കെ വണ്ണം കുറയ്ക്കാൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിൽ നിങ്ങളുടെ വണ്ണത്തിൽ നിങ്ങളെ വയറ് ചാടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയമേവ പരിശോധിക്കുക. ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് എൽ ഡി മിക്സ് അല്ല, മാസ്റ്റർ ടീ ആണ്. മാസ്റ്റർ ടീ ആണ് നിങ്ങൾ കഴിക്കേണ്ടത്, അതായത് മാസ്റ്റർ ഓഫ് ടെസ്റ്റോസ്റ്റിൻ. മാസ്റ്റർ ടീ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബോട്ടിൽ തീർക്കുമ്പോഴേക്കും നിങ്ങളെ പോലും അറിയാതെ വയറ് ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന വയർ ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന വയറ് മാത്രമല്ല, ശരീരത്തിലെ കൈകളിൽ വരുന്ന മസിൽസ് ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വലിഞ്ഞങ്ങ് ടൈറ്റ് ആവും. അത് 2-3 ബോട്ടിൽ കാണുന്ന സമയത്ത് ഇത് കറക്റ്റ് അങ്ങോട്ട് ഫിറ്റായി നിൽക്കുന്നത് കാണാം. അപ്പം ഒരു ആണിനെ സംബന്ധിച്ചുള്ള ടെസ്റ്റോസ്റ്റിൻ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഒരു പെണ്ണിന് ഈസ്ട്രജൻ എന്നപോലെ. എന്ന് വെച്ചാൽ ആണിന് ഈസ്ട്രജൻ വേണ്ടെന്നല്ല, പെണ്ണിന് ടെസ്റ്റോസ്റ്റിൻ വേണ്ടെന്നല്ല. ഇത് രണ്ടും കഴിക്കണം. ചില സാഹചര്യങ്ങളിൽ മാറ്റി മാറ്റി കഴിക്കാറുണ്ട്. അപ്പം ഈ നമ്മളൊരു തീരുമാനം ഇന്ന് പറഞ്ഞത് ഹൃദയത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് പറയാണ്. നമ്മൾക്ക് വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് എൽ ഡി മിക്സ് വാങ്ങിച്ച് കഴിക്കാനും സജസ്റ്റ് ചെയ്യാനും നിൽക്കരുത്. ആദ്യം നോക്കുക, വയറ് കൂടുതലാണോ? വയറ് കൂടുതലാണെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളുടെ ശരീരത്തില് 0.001% ടെസ്റ്റോസ്റ്റിൻ ഉള്ളൂ. ആ ടെസ്റ്റോസ്റ്റിൻ ലെവൽ കയറണം. അതായത് ശരിക്കും പറഞ്ഞാൽ 10 വയസ്സായ കുട്ടിക്ക് തൊട്ട് ഈ സാധനം കൊടുത്തു തുടങ്ങാം. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട സെഷൻ വരുന്ന സമയത്ത് നമുക്ക് അതേക്കുറിച്ചിട്ട് നമുക്കത് പറയാം. ഇന്ന് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തെ സ്നേഹിക്കാനുള്ളത് സൗണ്ടഡ് ഫ്ലോ. സൗണ്ടഡ് ഫ്ലോയുടെ കോമ്പിനേഷൻ എന്താണ്? ഹീമോ പ്ലസ് ഉണ്ട്. ഹീമോ പ്ലസ് കൂടാതെ തന്നെ കുർക്കുമാലോങ്ങി ഉണ്ട്. കാരണം വെച്ചാൽ ഹീമോ പ്ലസ് പറയാൻ കാരണം നമ്മൾ അസിഡിറ്റിക് ഫുഡ് രാവിലെ ഇഡ്ലി ചമ്മന്തി കിട്ടിയില്ലെങ്കിൽ പ്രശ്നം അല്ലെ. നമ്മൾ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ ചായ ചായ രാവിലെ അല്ലെ, ചായ ചായ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ചായ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ചോളൂ, നിങ്ങൾ അസിഡിറ്റിക് നേച്ചറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ആൽക്കലീൻ ആക്കാൻ വേറൊരു സാധനമുണ്ട്. ചായക്ക് പകരം എന്താ? ചായക്ക് പകരം എന്താ ആൽക്കലീൻ ആക്കാൻ പറ്റുന്ന സാധനം? അറിയില്ല. ചായക്ക് പകരം ആൽക്കലീൻ ആക്കാൻ പറ്റുന്നത് ഗ്രീൻ ടീ. ആൽക്കലീൻ ടീ, അതായത് ആന്റി ഓക്സിഡൻസ് റിച്ച് ആണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ചായ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഗ്രീൻ ടീ ഉപയോഗിച്ച് തുടങ്ങാം. ഗ്രീൻ ടീ നല്ലൊരു ഡ്രിങ്ക് ആണ്. കാരണം എന്താണ്? അസിഡിറ്റിക് നേച്ചർ അല്ലാതെ ഉണ്ടാക്കുക. ഗ്രീൻ ടീ നന്നായിട്ട് ആൽക്കലീൻ നേച്ചർ ഉണ്ടാക്കും. ബോഡിയെ ആന്റി ഓക്സിഡൻസിന്റെ സമ്പുഷ്ടമായിട്ടുള്ള സാധനമാണ്. ഗ്രീൻ ടീ കുടിച്ചു തുടങ്ങാം. ഗ്രീൻ ടീ വിത്ത് ഹണി ചേർത്ത് കഴിക്കാം. അപ്പൊ ഇതൊരു പാറ്റേൺ ആണ്. നമുക്ക് ലൈഫ് സ്റ്റൈലിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ കോമ്പിനേഷൻ ദോശ ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ദോശയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ അസിഡിറ്റിക് നേച്ചർ ഉണ്ടാവും. അതായത് സ്ഥിരമായിട്ട് ഉഴുന്ന് ചേർത്ത ഭക്ഷണം കഴിച്ചാൽ എന്തുണ്ടാവും? കഫക്കെട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദർ ഇസ് നോ ചാൻസ്. കാരണം ദോശ ഡെയിലി അടിക്കും. ഞാൻ എന്റെ ജനിച്ചത് തൊട്ടിട്ട് ഞാൻ കഴിച്ചത് തുടങ്ങിയത് ദോശയാണ്. കാരണം എനിക്ക് നന്നായിട്ട് കഫിലെ അടിമയായിരുന്നു. ഞാൻ ഓൾറെഡി അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്യാം ഓൺലി ത്രൂ ദ ന്യൂട്രാസ്യൂട്ടിക്കൽസ് പ്രൊഡക്ട്സ്. അപ്പൊ കഫ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് ദോശയ്ക്ക് ആ കഫിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. എന്താ അത്? തേങ്ങാ ചമ്മന്തി. തേങ്ങ കൊണ്ട് അരച്ച ചമ്മന്തി ദോശയോടൊപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ ന്യൂട്രലൈസ്ഡ് ആകും. ഇത് പലർക്കും അറിയില്ല. അതേപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി കേട്ടില്ലേ? ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൊണ്ട് റെഡ് ചില്ലി ഒക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി. ഈ ചെറിയ ഉള്ളിയും ഇതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഡീഓക്സിഡൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രൊഡക്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക് അതിന്റെ കോമ്പിനേഷൻ. അപ്പൊ ഓരോന്നിനും ഓരോ കോമ്പിനേഷൻസ് ഉണ്ട് ഭക്ഷണത്തിൽ. ആ കോമ്പിനേഷൻസ് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ബോഡി നാച്ചുറൽ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കും. ശരീരത്തിന്റെ പ്രവർത്തനം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശക്തമായിട്ട് രീതിയിൽ നിൽക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ അനുഭവിക്കുന്ന, ഇപ്പൊ ഞാനിപ്പോ ഈ അലർജിക്ക് പറഞ്ഞ സമയത്താണ് നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ മൈഗ്രെയിൻ. ഇപ്പൊ ഭൂരിപക്ഷം ആൾക്കാർക്കും മൈഗ്രെയിൻ ഉള്ളതായിരിക്കും. മൈഗ്രെയിൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. മൈഗ്രെയിനുള്ള ഒരു മനോഹരമായിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ, അതായത് കോക്കനട്ട് വാട്ടർ, തേങ്ങാ വെള്ളം, അത് ചെയ്യേണ്ടത് രാവിലെയാണ് കേട്ടോ. എല്ലാം രാവിലെയാണ്. തേങ്ങാ വെള്ളത്തിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടുക. എന്താണ്? ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടുക. ഓക്കെ. തേങ്ങാ വെള്ളത്തിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി
ചതച്ചിടുക. എന്നിട്ട് ആ ഇഞ്ചി ചവച്ചരച്ച് ആ വെള്ളം കുടിക്കുക. അതായത് ഇത് മിക്സ് ചെയ്യുക, എന്നിട്ട് കുടിക്കുക. ഒരു 9 ഡേയ്സ് നിങ്ങളിത് പൂർത്തീകരിക്കുക. നിങ്ങളുടെ സൈനസിലുള്ള ബ്ലോക്ക് കംപ്ലീറ്റ്. കാരണം സൈനസിലേക്കുള്ള ബ്ലോക്കിന് സൗണ്ടഡ് ഫ്ലോ ഒരു പരിധി വരെ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിലും, കാരണം എല്ലാ ബ്ലഡ് വെയിൻസും എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ സൗണ്ടഡ് ഫ്ലോയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ വളരെ നേരോ ആയിട്ടുള്ള, അതായത് കഴുത്തിന് മുകളിലോട്ട് കംപ്ലീറ്റ് നേരോ ആയിട്ടുള്ള സർക്കുലേഷൻ സിസ്റ്റമാണ് ഇരിക്കുന്നത്. അവിടെ പവർ ചെയ്യാനാണ് നമ്മൾ കുറുക്കുമാലോങ്ങ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സൗണ്ടഡ് ഫ്ലോയും കുറുക്കുമാലോങ്ങയും കഴിക്കുമ്പോൾ തന്നെ സൈനസ് റെഡി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഹൃദയം മാത്രം, കാരണം വെച്ചാൽ ഒരു വെടിക്ക് പല പക്ഷി എന്ന കൂട്ടത്തിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. കാരണം എവിടെ ഏത് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തേങ്ങാ വെള്ളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് കുടിക്കുക. ഒരു 9 ദിവസം ശീലമായി കഴിഞ്ഞാൽ സൈനസ് ഇല്ലാത്തവർ കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം സൈനസൈറ്റിസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും ഈ സാധനം കൊടുക്കാം. പിന്നെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുർക്കുമാലോങ്ങയും സൗണ്ടഡ് ഫ്ലോയും കൊടുക്കാം. ആർക്ക് കൊടുക്കാം? സൈനസൈറ്റിസ് ഉള്ളത്. തേങ്ങാ വെള്ളത്തിൽ ഇഞ്ചി രാവിലെ തന്നെ ചതച്ചിട്ടിട്ട് കുടിക്കുക. രാവിലെ തന്നെ ഒരു നേരം, ഒറ്റ നേരം. ഓക്കെ, ഇത് കുടിക്കുക. കൂട്ടത്തിൽ അവർക്ക് എന്ത് കൊടുക്കണം? കുർക്കുമാലോങ്ങയും കൂടി കൊടുക്കണം. കൂടാതെ എന്താണ്, സൗണ്ടഡ് ഫ്ലോയും കൊടുക്കണം. സൗണ്ടഡ് ഫ്ലോയും കുർക്കുമാലോങ്ങയും കൊടുക്കണം. ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഈ സൗണ്ടഡ് ഫ്ലോയെ കുറിച്ചാണ് നമ്മളൊന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സൈനസൈറ്റിസ് എന്ന് പറയുന്ന സൈനസ് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ എടുത്തിട്ടത്. ഓക്കെ, അപ്പം ഒരു സാധനത്തിന് പല റിസൾട്ടുകളാണ്. അതായത് ഓരോരുത്തർക്കും റിസൾട്ടുകൾ പലതരത്തിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇന്ന് തൊട്ട് തീരുമാനമെടുക്കാം, എൻ്റെ ഹൃദയമാണ് എൻ്റെ സ്വത്ത്, എൻ്റെ ആസ്തി, എൻ്റെ അസറ്റ്. ഐ ലവ് മൈ ഹേർട്ട്, ഐ ലവ് മീ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. കണ്ണാടി പോയിട്ട് ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം ചങ്കുടത്തോട് നിങ്ങളോട് തന്നെ പറയാം ഐ ലവ് യു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുമായിട്ട് തമ്മിലുള്ള സിങ്ക്രണൈസിങ് കറക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനെ താളാത്മകമാക്കാൻ നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ഏതൊരു മനുഷ്യനും ഇവിടെ ജീവിക്കുന്നത് എല്ലാ കാര്യത്തിലും ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയാ. സന്തോഷം വേണം. എന്ത് ചെയ്താലും സന്തോഷം കിട്ടണം. ഈ സന്തോഷത്തെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്സി എന്നത് ഒരു കൾച്ചറാണ്, സംസ്കാരമാണ്. ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഞാനൊരു സ്പെഷ്യൽ കാറ്റഗറി, നിങ്ങൾ വേറൊരു കാറ്റഗറി ഒന്നുമില്ല. ഞാൻ ഉപയോഗിക്കുന്ന സൗണ്ടഡ് ഫ്ലോ തന്നെയാണ് നിങ്ങളുടെ കയ്യിലും കിട്ടുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സൗണ്ടഡ് ഫ്ലോ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും തുല്യരാണ്. പക്ഷെ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്. ഈ ഒരു കൾച്ചറിൽ നമ്മൾ നിന്നുകൊണ്ട് ഒരു വിഷനുണ്ട്. ഒരുപാട് പേർക്ക്, അതായത് വിഷമം അനുഭവിക്കുന്ന, ക്രൈസിസ് അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ട് ഒരു വീട് സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോഴാണ്. ഒരു അസുഖം ആ വീട്ടിലോട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ആ വീട് സാമ്പത്തിക ഞെരുക്കത്തിലോട്ട് പോകും. അവർ കടത്തിലോട്ട് കടക്കും. അങ്ങനെ സാമ്പത്തിക ബാധ്യതയിലേക്ക് അവർ കടക്കാതിരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മളോട് ചേർത്ത് നിർത്താൻ ഈ ഒരു കൾച്ചറിന്റെ ഭാഗം, ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ, സ്നേഹത്തോടെ കൈവീഴ്ച ഉയർത്താൻ വേണ്ടി, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. അപ്പം ഇവിടെ കൃത്യമായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ 100% എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പോലും നമുക്കൊരു ഡൗട്ട് ഇല്ലാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്കിവിടെ എന്താ പറയുന്നത് കൊടുക്കാനും പറ്റും, ഉപയോഗിക്കാനും പറ്റും. കാരണം നിങ്ങളൊരു പക്ഷേ ഏത് കമ്പനി എടുത്താലും ആ കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത് കഴിച്ചതിന് ശേഷം കൊടുക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളുള്ള കമ്പനി ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല. ഞങ്ങൾ ആദ്യം കഴിക്കും, ഞങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്യും, ഉപയോഗിക്കും. ഇപ്പൊ തന്നെ അർഷാദ് സാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞാണ് സീറോ കൊളസ്ട്രോൾ മസാല പൗഡർ. ഈ സീറോ കൊളസ്ട്രോൾ മസാല പൗഡർ ഞങ്ങൾ നേരത്തെ കഴിച്ചതാണ്. 2019 ഞങ്ങൾ കുറച്ച് പേര്, കർണാടകയിലെ ഒരു മിനിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 10-15 പേര് ഞങ്ങൾ ഇരുന്ന് ഈ സീറോ കൊളസ്ട്രോൾ മട്ടൺ കറിയും ഒക്കെ കഴിച്ച് ഗംഭീരമായിട്ട് ഞങ്ങൾ അത് എൻജോയ് ചെയ്തതാണ്. അതിനുശേഷം അത് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു ഉൽപ്പന്നം വരുന്നതിന് മുമ്പ് ഞങ്ങൾ അത് അധികം അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും അത് ഞങ്ങൾ കൃത്യമായിട്ട് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് വരികയും ചേർന്നിട്ട് അത് പ്രൊഡക്റ്റായി മാറുന്നത്. ഇങ്ങനത്തെ 4000 പ്രൊഡക്റ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരാനുണ്ട്. അപ്പൊ ഇതേപോലെ വെരിക്കോസ് വെയിൻ വരുന്നുണ്ട്, പൈൽസിനുള്ളതുണ്ട്,
ഇതൊക്കെ പൈൽസിനൊക്കെ സൗണ്ട് അൽഫ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഒരു പരിധി വരെ അതിന്റെ പരിഹാരം അവിടെയുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷൻ പക്ക പെർഫെക്റ്റ് ആണ്. ചീത്ത ബ്ലഡ് കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, അതായത് വെരിക്കോസ് വെയിനും ഇത് തന്നെയാണ്. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എതിരായിട്ടാണ് ബ്ലഡ് നമ്മുടെ കാലിൽ നിന്ന് മേലേക്ക് കയറി വരുന്നത്. അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പൊ ആ പ്രശ്നത്തിനൊക്കെ ഈ സൗണ്ട് ഓഫ് ഒരു പരിഹാരമാണെന്ന് വെച്ചാൽ, ഹൃദയത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അതിനോട് ചുറ്റുമുള്ള അവയവത്തിനെ തനിയെ അത് പ്രൊട്ടക്ട് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം അതിമനോഹരമായിട്ടുള്ള ഒരു പുതുവർഷമാകട്ടെ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പുതുവർഷമാകട്ടെ. കാരണം നമുക്ക് ഒരു ദിവസം പോലും നമ്മുടെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു നഷ്ടം നമ്മളുടെ ജീവിതത്തിൽ നിന്നും വരാത്ത രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഉൽപ്പന്നങ്ങളുടെ ശ്രേണി അത്രയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഹൃദയത്തിന്റെ ദിവസമാണ്. മാക്സിമം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക. ആ സ്നേഹം എന്ന് പറയുന്ന എക്സ്പ്രഷൻ നിങ്ങൾക്ക് മാക്സിമം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന് ബാക്കപ്പ് ആയിട്ട് സൗണ്ട് ഫ്ലോയും ഹീമോ പ്ലസും കഴിച്ച്, കാരണം നിങ്ങളുടെ ഭക്ഷണശീലം മാറ്റി പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അപ്പൊ അതിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കുന്ന മോഡിലേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ ബിരിയാണി കഴിക്കുന്നത് നിർത്തി, നാളെ തൊട്ട് ഇത് കഴിക്കുന്നത് നിർത്തി, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൊതിയുള്ള, പച്ച മലയാളത്തിൽ പറഞ്ഞ കൊതിയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കനാണ്. ചിക്കൻ ആയിരുന്നു. ഇപ്പൊ അല്ല. കാരണം ചിക്കൻ ആയിരുന്നു. കാരണം എനിക്ക് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ കാന്താരി കൊണ്ട് ചിക്കൻ, നമ്മളൊക്കെ സുഹൃത്തുക്കളൊക്കെ അവർ പല സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചിക്കന്റെ പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കുക, ആസ്വദിക്കുക. ഇതൊരു ഭ്രാന്തമായിട്ടുള്ള ആവശ്യമായിരുന്നു. എത്ര തിന്നാലും മതിയാകാത്ത രീതിയിലായിരുന്നു ചിക്കൻ. പക്ഷെ ഞാൻ ആ ചിക്കൻ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചിക്കനായിരുന്നു. ഞാൻ അത് സീലിംഗ് ഓൺ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കുക. കാരണം എന്റെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന എന്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അപ്പൊ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താ, ആ സാധനം ഞാൻ കഴിച്ചു തുടങ്ങി. എന്തെന്നറിയാവോ? നമ്മുടെ കമ്പനി ആ സാധനത്തിലോട്ട് കൈവച്ച് വരുന്നുണ്ട്. എങ്ങനെ കൈവച്ച് വരുന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് അറിയാൻ പറ്റും. കാരണം നമ്മൾ 100-ലധികം ട്രേഡ് മാർക്കുകൾ എടുത്തിട്ടുണ്ട്. ആര്? ഓക്സി എന്ന് പറയുന്ന കമ്പനി 100+ ട്രേഡ് മാർക്ക് ഹോൾഡേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു 10% പോലും നിങ്ങളടുത്ത് എന്ത് ചെയ്തിട്ടില്ല, ഡെലിബറേറ്റ്ലി നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഒരുപാട് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ശ്രേണി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പല, ഞാൻ അതിന്റെ ലോഗോ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം. കാണുന്നുണ്ടോ? ഇത് ഇതെടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിതരണം ചെയ്യാൻ നിൽക്കണ്ട. ഞാനിത് നിങ്ങൾക്ക് തൽക്കാലം കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. സൺഡേ ചിക്കൻ എന്നതാണ്. ഇത് നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് ബ്രാൻഡാണ്. സൺഡേ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി പറയാം. നമ്മൾ നാടൻ കോഴി, ഇപ്പൊ വീട്ടിൽ നാടൻ കോഴി, ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരും വീട്ടിൽ ഒരു 5-6 നാടൻ കോഴീനെ നിങ്ങൾ വളർത്തുകയാണ്. ആ വളർത്തുന്ന കോഴിയെ പണം കൊടുത്ത് ഓക്സിജനെ തിരിച്ചെടുത്താലോ, അതിനെ ഉൽപ്പന്നമാക്കി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയാലോ? നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് കെമിക്കൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? നിങ്ങൾക്കറിയാം. അല്ലെ? നിങ്ങൾക്ക് പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഭക്ഷണശീലം ഉപയോഗിച്ചുകൊണ്ട് ഈ കോഴികളെ വളർത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഓക്സിയുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോ പിൻകോഡിലും ഇത്ര ഉണ്ട്. ഒരു പിൻകോഡ് ചാർജ് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക. അവിടെ തന്നെ എത്ര വീടുകളിൽ ഇതിന് സന്നദ്ധമാകും. അവർക്കൊരു സ്ഥിരം വരുമാനവും വീട്ടമ്മമാർക്ക്. ആ കോഴിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാടൻ കോഴി നമ്മുടെ വീട്ടിലെ കറിപ്പാത്രങ്ങളിലേക്ക് എത്തും. എത്തില്ലേ? എത്തും. അന്ന് ഞാൻ കഴിക്കും. ഇത് നമ്മളെ ഒരു പ്രൊഡക്റ്റ് അല്ല, നമ്മള് ഇതേപോലെ 100 ബ്രാൻഡുകൾ. ഫ്രഷ് ആൻഡ് ടേസ്റ്റി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് ട്രേഡ് മാർക്കിൽ കിടപ്പുണ്ട്. ഫ്രഷ് ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാല പൊടികൾ, അല്ലെ, അതുപോലത്തെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഒട്ടനവധി ഒട്ടനവധി കോമ്പിനേഷൻ ഓഫ് നമ്മൾ എന്താ പറയാ, ഫ്രഷ് ആൻഡ് ടേസ്റ്റിയുടെ കൂടി ലോഗോ കാണിച്ചത്. ഇതൊക്കെ ട്രേഡ് മാർക്ക് എടുത്ത് വെച്ചത് ഇന്നൊന്നുമില്ല അല്ല കേട്ടോ. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് കുറെ കാലമായി. കാരണം നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. ഇതാണ് ഫ്രഷ് ആൻഡ് ടൈം, റിതം ഓഫ് റിലീഷ്. ഇതൊരു പ്യൂർലി പ്യൂർലി നമ്മുടെ എന്താ പറയുന്നത്, കൊളസ്ട്രോൾ ഫ്രീ മസാലാസ് ഒക്കെ വരുന്നതൊക്കെ ഈ ഒരു ബ്രാൻഡിലാണ്. അപ്പൊ 100+ ട്രേഡ് മാർക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്.
ഈ കമ്പനിയുടെ വിഷന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. ഹെൽത്തി 360 ഡിഗ്രിയിൽ ഒരു മനുഷ്യൻ ആരോഗ്യപരമായിട്ട്, സാമ്പത്തികമായിട്ടായാലും, ഫിസിക്കലായിട്ടായാലും എല്ലാ തരത്തിലും ബാക്കപ്പ് ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ടൊരു വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു ഡയബറ്റിക് ഇത് ഇപ്പൊ തന്നെ അടിച്ചിറക്കണ്ട. നാടൻ കോഴി വളർത്തൽ ബിസിനസ് കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അടിച്ചിറക്കണ്ട. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് സംരക്ഷിച്ചെടുക്കുക. നമ്മുടെ ശ്രദ്ധ മാറിപ്പോകണ്ട. ഞാനിത് ജസ്റ്റ് ഒരു സൂചനയായിട്ടേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കുക. നമ്മളിത് കഴിച്ച് നമ്മുടെ ആരോഗ്യം നമ്മളൊന്ന് മെച്ചപ്പെടുത്തി സന്തോഷത്തോടു കൂടി നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓർത്തോളൂ, അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. അവരുടെ സന്തോഷം നമ്മൾക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നറിയാം. ഞാൻ ശരിക്കും ആസ്വദിക്കുന്നതാണ്. ഓരോരുത്തരും വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. കുട്ടികളില്ലാതെ 52ാമത്തെ വയസ്സിൽ അമ്മയായി. 52. പ്രൊഡക്ട്സ് നമ്മുടെ കോമ്പിനേഷനാണ്. അവർ പല IVF തുടങ്ങിയ സകല ട്രീറ്റ്മെന്റും എടുത്തു. അപ്പൊ നമ്മളോട് വിളിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ലെ? നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അഭിമാനത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആളുകൾ തള്ളിപ്പറഞ്ഞവർ പോലും കയറി വരുന്ന ഒരു ഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി അപ്ലൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ കാണാം.